വയനാട് മാനന്തവാടിയിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം നടന്നു. മീൻമുട്ടി താറാട്ട് ഉന്നതി കുടുംബശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത്. അതേസമയം പഞ്ചാരക്കൊല്ലിയിൽ കടുവാ ദൗത്യം ഊർജിതമായി തുടരുകയാണ്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമായി നടക്കുകയാണ്. തലപ്പുഴ, വരയാൾ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെയും ചെതലത്ത് റേഞ്ചിന്റെ കീഴിലുള്ള ഇരുളം, പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെയും ഉദ്യോഗസ്ഥരെ പ്രിയദർശിനി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിനെ ഓപ്പറേഷൻ കമാൻഡറായി ഇൻസിഡന്റ് കമാൻഡ് രൂപീകരിച്ചു. നോർത്തേൺ സർക്കിൾ CCF KS ദീപി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ പിടികൂടുന്നതിനുള്ള 3 കൂടുകൾ സ്ഥാപിച്ചു. ഓപ്പറേഷൻ സുഗമമായി നടത്തുന്നതിന് 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നുള്ള കുങ്കിയാനകളെ പഞ്ചാരക്കൊല്ലിയിൽ എത്തിക്കും. തെർമൽ ഡ്രോണുകളും സാധാരണ ഡ്രോണുകളും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. എന്നാൽ കാടടക്കിയുള്ള ഒരു തെരച്ചിൽ നടത്തില്ലെന്നും കടുവയെ പ്രിയദർശിനി പ്ലാന്റേഷൻ കേന്ദ്രീകരിച്ച് നിലനിർത്തി പിടികൂടാനാണ് പ്രാഥമിക ശ്രമമെന്നും നോർത്തേൺ CCF ദീപ പറഞ്ഞു. കടുവയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സർവേ റിപ്പോർട്ടിൽ ഇല്ലാത്ത കടുവയെന്നാണ് സൂചന. ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ നമുക്ക് അതിൻ്റെ ID കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അതേസമയം രാധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മന്ത്രി OR കേളു, CPIM ജില്ലാ സെക്രട്ടറി റഫീഖ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ളവർ രാധയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പൊതുദർശന സ്ഥലത്ത് എത്തിച്ചേർന്നു. കടുവ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഭാഗത്ത് തന്നെയുണ്ടെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീം ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്തെത്തും. കൈരളി ന്യൂസ്, കോഴിക്കോട്.